ഈ പര്യടനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കിടക്കണം. ഇന്നാണല്ലേ ഈ പൊതു പര്യടനം ആരംഭിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ന് ഈ പടന്ന ചെറുവത്തൂർ പഞ്ചായത്തുകളിലേക്കുള്ള പര്യടനം ഇവിടെ ഉദിനൂര് വലിയ വിളകൊയ്ത്ത് സമരം ഉൾപ്പെടെയുള്ള കർഷക സമര പാരമ്പര്യമുള്ള മണ്ണാണ്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. വലിയ നിലയിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഭൂരിപക്ഷം നൽകിയിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് പടന്നയും ചെറുവത്തൂരും. ആ നിലയിലുള്ള പുതിയ മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ് നമ്മളിന്നിവിടെ ഈ രാവിലെ കുറിക്കുന്നത്. സിന്ധൂരി, അപ്പോൾ ഇതാണ് സ്ഥാനാർത്ഥിക്കൊപ്പം നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് VPP മണ്ഡലം സ്വീകരിക്കുന്നത്? മണ്ഡലം വളരെ നല്ല നിലയിലാണ് VPP സ്വീകരിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ പ്രവർത്തകന്മാരുടെ നല്ല ആവേശത്തോടുള്ള പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അതിനേക്കാൾ വളരെ നല്ല നിലയിൽ വളരെ ഊർജ്ജസ്വലതയോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഈ മേഖലയിൽ പ്രവർത്തകർക്ക് കാഴ്ചവെക്കുന്നത്. തീർച്ചയായും നമ്മൾ ടാർഗറ്റ് വെച്ച് ഒരു 40,000 വോട്ടെങ്കിലും ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള ടാർഗറ്റ് വെച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ 40,000 വോട്ട് ഭൂരിപക്ഷം ജയിക്കും. വലിയ ഭൂരിപക്ഷമാണ് നമ്മുടെ പ്രവർത്തകരൊക്കെ ഇവിടെ പറയുന്നത്. LDFന്റെ പ്രവർത്തകരൊക്കെ പറയും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു യുവജന പ്രവർത്തകനുണ്ട്, VPPയുടെ ടീഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രചാരണത്തിന് വേണ്ടി വളരെ സജീവമായി വന്നതാണ്. എങ്ങനെയാണ് ഈ തൃക്കരിപ്പൂരിലെ യുവജനത VPPയെ നെഞ്ചേറ്റുന്നത്? നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിനെ കിട്ടിയൊരു ആവേശമാണ് നമുക്കുള്ളത്. എപ്പോഴും നമുക്കിപ്പോൾ തൃക്കരിപ്പൂരായാലും നടക്കാവായാലും ഏത് പ്രദേശത്തായാലും ഒപ്പം കാണാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടി. അതിൻ്റെ ഒരു ആവേശം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു കളിസ്ഥലത്ത് പോയാലും എന്തൊരു ആവശ്യത്തിന് പോയാലും നമുക്ക് ഒപ്പരം കൂട്ടിയിട്ട് ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് തോളത്ത് കയറ്റിട്ട് പോകാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ ആവേശം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ഉണ്ട്. അതിന് ഇന്ന് ഒരു സ്കൂൾ ട്രിപ്പ് എടുക്കുന്ന പോലെ നമ്മൾ പണി ലീവാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ അത്ര ആവേശത്തിലാണ് നമ്മൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. വിജയിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഭൂരിപക്ഷം അത്ര കൂട്ടണം എന്നില്ല ഒരാവേശത്തിലാണ്. അതിൻ്റെ ഒരു ആവേശം ഇന്ന് നമ്മുടെ യുവാക്കളുടെ കൂടിച്ചേർത്തിയിലുണ്ട്. അത് മുന്നോട്ടും ഉണ്ടാവും വിജയത്തിലേക്ക് എത്തുന്നവരെ. ഇതിൽ ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെയുണ്ട്. ചേച്ചി, എങ്ങനെയാണ് മണ്ഡലത്തിലെ വനിതകൾ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്? മണ്ഡലത്തിലെ വനിതകൾ മുന്നേ തന്നെ സഖാവ് VPPയുടെ വിജയത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി കഴിഞ്ഞു. സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ഓരോ ഭാഗത്തും വീട് കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് തന്നെയായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ മണ്ഡലത്തിൽ നിന്നും സഖാവ് VPP വിജയിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ മഹിളാ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കൂടിയാണ്.